വിദ്വേഷ പരാമർശ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു. കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം സൈബർ പോലീസ് മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ പോലീസ് പരിശോധിച്ചു. കരുവേലിപ്പടി ആശുപത്രിയിലായിരുന്നു TG മോഹൻദാസിന്റെ വൈദ്യ പരിശോധന. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ കേസെടുത്ത് 11ാം ദിവസമാണ് പോലീസിന്റെ നടപടി. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘം TG മോഹൻദാസിന്റെ വീട്ടിലെത്തുന്നത്. തുടർന്ന് 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിലെടുക്കൽ നടപടിയിലേക്ക് കടന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി കരുവേലിപ്പടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് 8:15 കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2 വാഹനങ്ങളിലായിട്ടാണ് സൈബർ ടീം കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. നാളെ അവിടെ എത്തിയതോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ രാവിലെ ആയിരുന്നു അവിടെ നിന്നും തിരുവനന്തപുരത്ത് സൈബർ ടീം ഇവിടത്തേക്ക് മട്ടാഞ്ചേരിയിലേക്ക് പുറപ്പെടുന്നത്. തുടർന്ന് 5 മണിയോടുകൂടി തന്നെ അദ്ദേഹം TG മോഹൻദാസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലേക്ക് കടക്കുകയുമായിരുന്നു. തുടർന്ന് അവിടെ പരിശോധന നടത്തുകയും ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഈ വീഡിയോ ചിത്രീകരിക്കാനായി എടുത്ത ക്യാമറയും അടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്ന് അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് കസ്റ്റഡി എടുക്കൽ നടപടികളിലേക്കും കടന്ന് നമുക്കറിയാം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജന്തർ മന്ദറിൽ നടന്ന ഈ ഒരു പ്രതിഷേധത്തിൽ, വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ സമാധാനമായ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അവിടെ നടന്നത്. വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുത്തൊരു പ്രതിഷേധമായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ മുഴുവനായിട്ട് വ്യാപിച്ച ആ ഒരു പ്രതിഷേധത്തിൽ വളരെ വിദ്വേഷപരമായ പരാമർശമായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം പോലും നടത്താത്ത രീതിയിൽ അദ്ദേഹം ആ ഒരു വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിനെതിരെയാണ് നിരവധി വിവാദങ്ങൾക്ക് ശേഷം കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കടന്നത്. നിരവധി പരാതികളാണ് ആ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോക്ക് നേരെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ 29-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് 11 ദിവസവും പോലീസ് മൗനം പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നാണ് ഈ ഒരു കേസിന് ഈ ഒരു പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തി അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും തിരിച്ചിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. മറ്റു നടപടികൾ അതിനുശേഷമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവിടുന്ന് കസ്റ്റഡിയിൽ വൈദ്യപരിശോധനയ്ക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാഹചര്യം തന്നെ അവരുടെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം നടത്തുന്ന RSSകാരാണ്. അവർ പറയുന്നത് ഈ ഒരു തെറ്റായ കേസാണ് എന്നുള്ളതാണ്. ഇത്രയും വിദ്വേഷപരമായ പരാമർശം നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പ്രചരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ അവർക്ക് അനുകൂലമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള ആളുകൾ ആ വീടിന് മുൻവശം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ആ ഒരു കേസുമായി നാളെ കോടതിയിൽ ഹാജരായി മറ്റു നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. റിമാൻഡിലേക്ക് ആകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ TG മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തൊക്കെ തുടർ നടപടികളാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നിപ്പോൾ കസ്റ്റഡിയിലേക്ക് വാങ്ങി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോഴായാലും അതിനുശേഷം വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും യാതൊരു മുഖഭാവ വ്യത്യാസവും ഇല്ലാതെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നത് എന്നുള്ളതാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടും യാതൊരു മുഖഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊന്നും തന്നെ അവർ തയ്യാറായിരുന്നില്ല. എങ്കിലും യാതൊരു മുഖഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരു സാഹചര്യം തന്നെയായിരുന്നു നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. തുടർ നടപടികളുമായിട്ട് എന്താണ് ഇതിൽ അവർക്ക് ന്യായീകരണം പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് തന്നെയാണ്. തുടർ നടപടിയുമായിട്ട് എന്ത് തന്നെയാലും ഈ കേസ് മുന്നോട്ട് പോകും. നാളെ കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടിയായിരിക്കും മറ്റ് നടപടികൾ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തിഹത്യ, അതുപോലെ തന്നെ വിദ്വേഷ പരാമർശം നടത്തിയതിൽ, സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ ഒക്കെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ നടപടി ഉണ്ടാകും. കലാപാഹ്വാനം നടത്തുന്നതിലും കേസെടുത്തിട്ടുണ്ട്. എന്തു തന്നെയായാലും
ഈ ഒരു 29-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ 11 ദിവസത്തിന് ശേഷം ഈ ഒരു കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസുകാർ ഇതിൽ മൗനം പാലിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ തന്നെ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും മൗനം തുടർന്ന പോലീസ് ഇന്ന് അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് ശേഷമാണ് ഇന്നിപ്പോൾ വൈകിട്ട് സൈബർ ടീം ഇപ്പോൾ TG മോഹൻദാസിനെ കൂടെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ 2 കേസുകളിലും ഇന്ന് ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രി രാവിലെ പ്രതികരിച്ചപ്പോഴും നടപടി ഉണ്ടാകും, പോലീസുകാർ അവരുടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു മന്ത്രിയും വ്യക്തമാക്കിയത്. അങ്ങനെ 2 കേസുകളിലേക്കും തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. നാളെ ഇന്ന് രാത്രി ഇപ്പോൾ 8:15 കൂടിയാണ് ഇപ്പോൾ വൈദ്യ പരിശോധന കഴിഞ്ഞ് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് സൈബർ ടീം തിരിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങളിലായിട്ടാണ് അവർ എത്തിയത്. മട്ടാഞ്ചേരി പോലീസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീക്കിയത്. തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുന്നു. നാളെ ഇന്നിപ്പോൾ അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും നാളെ കോടതിയിൽ ഹാജരാക്കുകയുമാണ് ചെയ്യുക. 3 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്.